blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരിയാണ്. അപ്പോൾ തന്നെ അവരുടെ കുടുംബത്തിലുള്ള മറ്റൊരു വ്യക്തിയും കൂടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർഷിപ്പിൽ പങ്കാളികളായി തീർന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ രണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് സ്പോൺസർ ചെയ്ത എറണാകുളത്തു നിന്നുള്ള ആ കുടുംബത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൻ്റെ ഭർത്താവിനും തൻ്റെ മകനും കർത്താവെ പുകവലിയിൽ നിന്നും അതുപോലെ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായ വിടുതൽ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ വേദനയിൽ നിന്നും അതുപോലെ നീരിൽ നിന്നും കർത്താവ് പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ സ്റ്റാമറിങ് എന്ന് പറയുന്ന അത് പൂർണ്ണമായും ആ അസുഖം സൗഖ്യമാകട്ടെ. വിക്കിൻ്റെ അസുഖം പൂർണ്ണമായും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് സ്പോൺസർ ചെയ്ത ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാലിലും അതുപോലെ മറ്റ് ശരീരഭാഗങ്ങളിലുള്ള വേദനകൾ സൗഖ്യമാകട്ടെ. നംനസ മരവിപ്പുകൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത വെൽവിഷന് വേണ്ടി കൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്നത്തെ വെൽവിഷ് ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു കർത്താവെ. ഡയബറ്റീസിൽ നിന്ന് തൻ്റെ ഭർത്താവിന് പൂർണ്ണമായി വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായും അത് സൗഖ്യമാകട്ടെ. കണ്ണുകളിപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അതുപോലെ അമ്മയുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി കർത്താവെ അവർ വീണ്ടും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മത്തായി 12:20 വാക്യം. ചതഞ്ഞ ഞാങ്ങണ, ചില തർജ്ജമകളിൽ ചതഞ്ഞ ഓട എന്നാണ് എഴുതിയിരിക്കുന്നത്. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, ഒടിച്ച് കളയുകയില്ല. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. ഒരിക്കലും കർത്താവ് കെടുത്തിക്കളയുകയുമില്ല. അവൻ ന്യായത്തെ വിജയത്തിലേക്ക് നയിക്കും. വളരെയധികം ശ്രദ്ധയോടെ ഇന്നത്തെ ഈ സന്ദേശം കേൾക്കണം. ചതഞ്ഞ ഓട, ഒരു ഓടക്കുഴലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റീഡ് ഓട ചതഞ്ഞു പോയാൽ പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് പലരും അതിനെ ഒടിച്ച് ദൂരേക്ക് തീയിലേക്ക് ഇട്ട് കളയും. യേശു അത് ചെയ്യുകയില്ല. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞാലും യേശു നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു സന്ദേശം പറയുകയാണ്. ഒത്തിരി പേർ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു കാണും, തള്ളിക്കളഞ്ഞു കാണും. പക്ഷെ ഇന്ന് നീ വിളിച്ചപേക്ഷിക്കുന്ന യേശു ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. മരണത്തിൽ പോലും അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറേ ഓട്ട് വിളക്കുകളാണുള്ളത്. വൈകിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. എല്ലാത്തിലും മണ്ണെണ്ണ ഒഴിക്കുക,
എൻ്റെ ഫാദർ പറയും മണ്ണെണ്ണൊഴിക്കും, എല്ലാത്തിലും മണ്ണെണ്ണൊഴിക്കും. തിരിയെല്ലാം ശരിയാക്കണം. ചിലപ്പോൾ പുതുതായിട്ടുള്ള തിരി തെറുക്കണം. ഒരു ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് അതിനെ ഇങ്ങനെ ചുരുട്ടി ആക്കി അതിനുള്ളിലൂടെ ആക്കി വെക്കണം. ചില സമയത്ത് മണ്ണെണ്ണ തീർന്നുപോയി, എണ്ണ തീർന്നുപോയി, അതിങ്ങനെ കെടാൻ പോകുന്നത് പോലെ ആയി കരിന്തിരി കത്തുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ദുർഗന്ധം വരും. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ വന്നിട്ട് കൈ കൊണ്ട് അതിനെങ്ങനെ തിരുമി ഞെരടി അതിൻ്റെ ചാരവും ഇതെല്ലാം കൂടി, അല്ലെങ്കിൽ ആ മുറി മുഴുവൻ സ്മെല്ല് വരും. ഇത് യേശു ചെയ്യില്ല. അതാണ് ആ വാക്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയെ യേശു കെടുത്തിക്കളയില്ല. ജീവിതത്തിൽ എവിടെയെങ്കിലും പുകയുന്നൊരനുഭവം വന്നാൽ, ശുശ്രൂഷയിലാകട്ടെ ആത്മീയ ജീവിതത്തിലാകട്ടെ, എല്ലാം തീർന്നു, ഇനി എനിക്ക് വിശ്വാസത്തിൽ പോലും നിലനിൽക്കാൻ സാധിക്കുമോ, ഞാൻ ചില പാപങ്ങൾ ചെയ്തു പോയി, എല്ലാം തീർന്നു, മറ്റുള്ളവർ വന്ന് നിന്നെ ഞെരടി ഉള്ള തീയും കൂടെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ വന്ന് വീണ്ടും നിന്നിലേക്ക് എണ്ണ പകർന്ന് ആ തിരിയെ അല്പം കൂടെ ശക്തമായി കത്തിച്ച് തണ്ടിന്മേൽ വെച്ച് എല്ലാവർക്കും പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ നിന്റെ ആത്മീയ ജീവിതത്തെ പ്രകാശമാനമാക്കി മാറ്റും. മനുഷ്യർ പ്രവർത്തിക്കുന്നത് പോലെയല്ല യേശു പ്രവർത്തിക്കുന്നത്. ബിസിനസ് തകർന്ന് ഇല്ലാതാകുമ്പോൾ പറയും ആ ഷട്ടർ ഇട്ടേക്ക്, ഇനി വേറെ എന്തെങ്കിലും ചെയ്യും. ഞാനാണേലും പറയും. പക്ഷെ യേശുവാണെങ്കിൽ പറയും ഇല്ല മോനെ, എവിടെയാണോ നീ പരാജയപ്പെട്ടത് അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തി സമൃദ്ധി നൽകി നിന്നെ മാനിക്കും. പരാജയം എന്തെന്ന് യേശുവിന് അറിയില്ല. അവൻ ജയിച്ചവൻ. ഈ ലോകത്തെ അവൻ ജയിച്ചു, പിശാചിനെ അവൻ ജയിച്ചു, സകലത്തെയും ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ, അവൻ്റെ പാർട്ടിയായി നിൽക്കുകയാണെങ്കിൽ, അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, പരാജയങ്ങൾ ഒന്നൊന്നായി കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കർത്താവ് ജയത്തിൻ്റെ പാതയിലൂടെ, ജയത്തിൻ്റെ രാജവീഥിയിലൂടെ കർത്താവ് നിന്നെ നടത്തിക്കൊണ്ടുപോകും. പഴയ നിയമത്തിൽ പറയുമായിരുന്നു, ജഹോവ നിസി, യഹോവ എൻ്റെ കൊടിയാകുന്നു, ദൈവം എൻ്റെ കൊടിയാകുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്ന എവിടെയെല്ലാം അസാധ്യമാണ് എന്ന് കണക്ക് കൂട്ടി അവസാനം നീ കൺക്ലൂഷനിലെത്തിയോ അവിടെ തന്നെ കർത്താവ് പറയുന്നു, അല്ല, അസാധ്യം എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ വെട്ടി മാറ്റി അതിനെ സാധ്യമാക്കി. നാട്ടിൻ പുറത്ത്, ഗ്രാമത്തിൽ, പട്ടണത്തിൽ, എവിടെയാണോ, വിദ്യാലയത്തിൽ, സ്കൂളിൽ, കോളേജിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സാമ്പത്തികത്തിൽ, ശുശ്രൂഷയിൽ, എവിടെയാണോ അസാധ്യമെന്ന് മനുഷ്യർ പറഞ്ഞത് ആ സ്ഥാനത്ത് സാധ്യമാക്കി മാറ്റുവാൻ ആ ഒരു അഭിഷേകം, ആ ഒരു ജയം ഇന്ന് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈകൾ തട്ടി ആ ആത്മാവിൽ, ജയത്തിൻ്റെ ആത്മാവിൽ നിറയാം. രണ്ട് കൈകളും ഉയർത്തി ചില നിമിഷങ്ങളൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ആരും പറഞ്ഞിട്ടല്ല, ഹൃദയത്തിനകത്ത് നിന്നും നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ സമർപ്പിച്ചതുപോലെ പൊന്ന്, കുന്തിരിക്കം, മൂര് തുടങ്ങിയ മൂല്യമുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ നന്ദിയിൽ ചാലിച്ച സ്തോത്രങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അർപ്പിക്കാൻ തുടങ്ങി. ഇതുവരെ നടത്തിയതിന് നന്ദി പറയാൻ തുടങ്ങാമോ? മനോഭാവങ്ങൾക്കൊരു വലിയ മാറ്റം കർത്താവ് തരികയാണ്. കുടുംബ മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് തരികയാണ്. മക്കളുടെ മേൽ വലിയ മാറ്റങ്ങൾ കർത്താവ് അയക്കുകയാണ്. ഗതി പിടിക്കാതെ വഴിതെറ്റി നടക്കുന്ന ചിലതിനെ കർത്താവ് മാടി വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിർത്തി നീ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നിന്റെ മുമ്പിൽ വഴിതെറ്റി നടക്കുന്ന ചിലത്, അനുസരണം കെട്ട് നടക്കുന്ന ചിലത്, മത്സരിച്ചിറങ്ങിപ്പോയത് ഒക്കെ നിന്റെ മുമ്പിൽ വന്ന് മുട്ടും മടക്കും. അതല്ലെങ്കിൽ നീ ഇതുവരെ സേവിച്ചത് വെറുതെയാകും. ഈ കർത്താവിനെ സേവിച്ചത് വെറുതെയാകും. പ്രാർത്ഥനകൾ വിഫലമാകും. നോ, അങ്ങനെ അല്ല. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നിനക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ
ഹന്ന എന്നുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കഥ അറിയാം. എലീമലേക്ക് എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. മറ്റേ ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ഹന്നയെ ഭർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്നെങ്കിലും മക്കളില്ലാതിരുന്നത് കൊണ്ടുള്ള വേദനയിലൂടെ അവൾ പോയി. ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളുള്ള മറ്റേ ഭാര്യ ഇവളെ ഒത്തിരി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. കുത്തുവാക്കുകൾ പറഞ്ഞ് ഷീ യൂസ് ടു പ്രൊവോക്ക് ഹെർ. ഒത്തിരി വേദനിപ്പിച്ചു. ദിനരാത്രങ്ങൾ വേദന. ഈ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന് ഒരു ദിവസം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നവൾ മുട്ടുകുത്തി. എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഒരഭയസ്ഥാനമായി കർത്താവിൻ്റെ സാന്നിധ്യം നിനക്കുണ്ട്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്തിയാൽ അവിടെയാണ് വിടുതൽ നടക്കാൻ പോകുന്നത്. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല അവൾ പ്രാർത്ഥിച്ചത്. അവളുടെ ചുണ്ടുകൾ ചലിച്ചെങ്കിലും ശബ്ദം വെളിയിൽ വന്നില്ല. കാരണം ആത്മാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അവളെ തന്നെ ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. ബൈബിൾ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ. ഇന്ന് ബാൽക്കണിയിലോ സൈഡിലോ അകത്തോ പുറത്തോ എവിടെയെങ്കിലും ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് മറ്റുള്ള ആരേക്കാളും നിന്നോട് അടുത്തിരിക്കുന്നു. മറക്കരുത്. ഹൃദയം തകർന്ന് നുറുങ്ങിയിരിക്കുന്നവരോട് ചേർന്നിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത് ദൈവത്തിൻ്റെ ഒരു പോളിസിയാണ്. ആർക്കും മാറ്റാൻ സാധ്യമല്ല. ദൈവം നിന്നോട് ചേർന്നുണ്ട്. മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു. എത്ര പേർ ഹല്ലേലൂയ പറയും? ആരുടെയെങ്കിലും മനസ്സ് തകർന്നതായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷ നിന്റെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. രക്ഷ നിന്നോട് ചേർന്നിരിക്കുകയാണ്. വേഗത്തിൽ ഒരു വിടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. ഹൃദയം നുറുങ്ങിയോ മനസ്സ് തകർന്നോ ആരെങ്കിലും ഇന്ന് ഈ ശനിയാഴ്ച ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് വളരെ ചേർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ, അടുത്ത യാമങ്ങളിൽ, അടുത്ത സമയങ്ങളിൽ തന്നെ വിടുതൽ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ശുശ്രൂഷകനായ പുരോഹിതൻ വരെ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നീ വീഞ്ഞു കുടിച്ച് കിക്കായിട്ടിരിക്കുക, ഇറങ്ങട്ടെ, ഇതൊന്ന് ലഹരി ഒന്ന് ഇറങ്ങട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ പരിഹസിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത പദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മാർത്ഥമായി ദൈവത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് പരിഹസിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ട് കാണും. അന്ന് അവൾ താഴ്മയോടെ പറഞ്ഞു, ഞാൻ വീഞ്ഞു കുടിച്ചതല്ല, ലഹരി പിടിച്ചതല്ല, മദ്യപിച്ച സ്ത്രീയല്ല, ഞാൻ എൻ്റെ മനോവേദന കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു അത്ഭുതം നടന്നു. എന്താണ് അത്ഭുതം എന്നറിയാമോ? ആ പ്രാർത്ഥിച്ചെഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ വെളിയിലേക്ക് വന്നപ്പോൾ എന്തിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചത്? ഒരു കുഞ്ഞിനു വേണ്ടി. പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞു കയ്യിലുണ്ടായിരുന്നോ? നോ. കുഞ്ഞു വന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. അന്നൊരു അത്ഭുതം നടന്നു. പ്രാർത്ഥനയിൽ അന്നൊരു അത്ഭുതം നടന്നു. എന്തായിരുന്നു അത്ഭുതം? അനേക വർഷങ്ങളായി അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്നും കരച്ചിലോടെ അല്ലാതെ അവൾ കിടക്കാൻ പോയിട്ടില്ല. എന്നും കരഞ്ഞവളാണ്, അത്രയും വിലപിച്ചവളാണ്. അന്ന് അവളുടെ കരച്ചിൽ നിന്നു. ബൈബിൾ പറയുന്നു, പിന്നെ അവളുടെ മുഖം വാടിയിട്ടില്ല. അതുവരെ തല കുനിഞ്ഞിരുന്ന അവൾ തല ഉയർത്തി നടക്കാൻ തുടങ്ങി. കുഞ്ഞിനെ കിട്ടിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പ്രാർത്ഥനയിൽ നുറുങ്ങിയ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ
ഒരത്ഭുതം നടന്നത്. അവൾ അതുവരെ ചുമന്നുകൊണ്ടിരുന്ന ഭാരവും വിഷയവും അവളുടെ ഹൃദയത്തിൽ നിന്ന്, കയ്യിൽ നിന്നും ചിറകെടുത്ത് പറന്ന് കർത്താവിൻ്റെ കൈകളിൽ ചെന്ന് വീണു. പിന്നെ അവൾ ഒരിക്കലും മുഖം വാടിയവളായി നടന്നിട്ടില്ല. ഭർത്താവ് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു പ്രാർത്ഥനക്കാരും പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ്? ദൈവം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതാണ്. ചിലരുടെ വിഷയങ്ങൾ അവരുടെ കയ്യിൽ നിന്നും യേശുവിൻ്റെ കയ്യിലേക്ക് ട്രാൻസ്ഫറായി പോകാൻ പോകുകയാണ്. ഒരു കൈമാറ്റം നടക്കുകയാണ്. ഇനി അത് നിന്റെ വിഷയമല്ല, അതിനി അവൻ്റെ വിഷയമാണ്. കൂളായിട്ട് നടന്നോ. ഇനി സമയമാകുമ്പോൾ വേണ്ടത് കയ്യിൽ വരും. രണ്ടാമതൊരിക്കൽ കൂടെ അവൾ ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വ്യത്യാസം? ഒരാള് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയുമായി ശമൂവേൽ ബാലനുമായിട്ടാണ് പിന്നീട് ആ ദേവാലയത്തിൽ അവൾ പ്രവേശിച്ചത്. ഇന്നലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നത് കോതമംഗലത്താണ്. കഴിഞ്ഞ വർഷം അവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കണ്ണുനീരോടെ വന്ന ഒരു സഹോദരി, കുഞ്ഞുങ്ങളില്ലായി, കണ്ണുനീരോടെ വന്ന സഹോദരി ഇന്നലെ വന്നത് കഴിഞ്ഞ വർഷം വന്നതുപോലെയല്ല, ഒരു കുഞ്ഞിനുമായിട്ടാണ്. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി എനിക്ക് ലഭിച്ചു. രണ്ടാമത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അതേ സ്റ്റേജിൽ നടക്കുമ്പോൾ, അതേ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ റിസൾട്ടുമായിട്ട് പല വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ കുഞ്ഞുങ്ങളുമായി വന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾ നോക്കി പറഞ്ഞോട്ടെ, ഇന്ന് ഏതെല്ലാം വിഷയങ്ങൾ പേപ്പറിൽ എഴുതിയോ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ, ആ വിഷയം ഇനി നിൻ്റെ കയ്യിലല്ല, പോക്കറ്റിലല്ല, ബാങ്കിലല്ല, വീട്ടിലല്ല, അത് യേശുവിൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞു. ബ്രദർ, ഈ ആൻറ്റിയുടെ പേര് രമണി എന്നാണ്. താൻ പറയുന്നത് തനിക്ക് 7 മാസം മുൻപ് തനിക്ക് പ്രഷർ കുറഞ്ഞിട്ട് തനിക്ക് തൻ്റെ ഒരു വശം, ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി. താൻ പൂർണ്ണമായും കിടപ്പിലായിരുന്നു. താൻ 2 ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. പക്ഷേ എങ്ങും ഒന്നും ശരിയായില്ല. താൻ തിരിച്ച് വീട്ടിൽ വന്നു. പൂർണ്ണസമയം ബെഡിൽ കിടപ്പായിരുന്നു. തൻ്റെ മകളുടെ മകളാണ് കൂടെ നിൽക്കുന്നത്. ഇവരെപ്പോഴും എല്ലാ കാര്യത്തിനും ഇവരാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഈ കൊച്ചുമകൾ ഇവിടെ നിൽക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഈ മകളാണ് അമ്മയോട് എപ്പോഴും പറയും, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണണം, അതിൽ പ്രാർത്ഥിക്കണം, യേശു സൗഖ്യമാക്കുമെന്നെല്ലാം ഈ അമ്മയോട് ഈ മകൾ പറഞ്ഞു കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് എഴുത്തും വായനയും തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ കൊച്ചുമകൾ എപ്പോഴും പറയും TV പ്രോഗ്രാം കാണണം. താൻ കിടന്ന കിടപ്പിലാണ് 2 ആഴ്ച മുമ്പ് വരെ. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിൽ ബ്രദർ ഡാമിയൻ വിളിച്ചു പറഞ്ഞു, കൈയും കാലും തളർന്നിട്ട് കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം മുതൽ താൻ പറയുന്നത്, ആ സമയം മുതൽ തൻ്റെ ശരീരത്തിൽ വ്യത്യാസം കാണാൻ തുടങ്ങി. താൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, പയ്യെ നടക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ താൻ പൂർണ്ണമായും സൗഖ്യമായി, ഒരു കുഴപ്പവുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും നടക്കാതിരുന്നത് യേശു പൂർണ്ണ സൗഖ്യത്തോടെ താൻ നിർത്തിയിരിക്കുകയാണ്. സിസ്റ്ററെ, TV-യിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് അനുഭവമാണ് സിസ്റ്ററിനെ ഫീൽ ചെയ്തത്? എന്താണ് ശരീരത്തിൽ ഫീൽ ചെയ്തത്? ഫീലിംഗ് ശരീരമെല്ലാം ഇങ്ങനെ വിറച്ചു. ടിവിയിലൂടെ പ്രാർത്ഥിക്കുന്ന സമയം TV കൈവച്ച് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സിസ്റ്റർ ചെന്ന് ടിവിയിലേക്ക് പോയി കൈവച്ചോ? കയ്യിൽ ഇങ്ങനെ വെച്ചു. അങ്ങനെ പറഞ്ഞു കേട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ TV-യുടെ അടുത്ത് ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ കിടന്നുകൊണ്ട് കൈ ഇങ്ങനെ പൊക്കി. ഈ കൈ പൊക്കത്തില്ലായിരുന്നു, ഇത്രേ പൊക്കമുള്ളായിരുന്നു. പിന്നെ കൈ പൊക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഏത് സൈഡാണ് തളർന്നിരുന്നത്? ഈ ഒരു സൈഡാണ് തളർന്നിരുന്നത്. ഓക്കേ. ഇങ്ങനെ ഇപ്പോഴും ഇത്രയും വരെ പൊക്കും, പിന്നെ ഇങ്ങനെ പൊക്കണം, കൈ പൊക്കണം. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ ഈ കൈയുടെ വേദനയും കാലിൻ്റെ വേദനയും മാറി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഞാൻ ആദ്യം നടക്കുന്ന എവിടെയാണോ ആ പ്രാർത്ഥന സ്ഥലത്ത് ഞാൻ പോയേക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് എന്താണ് അനുഭവം ഉണ്ടായത്? ശരീരം എല്ലാം ഇങ്ങനെ ഒരു വിറയൽ പോലെ ഉണ്ടായി. ആ സമയത്ത് സിസ്റ്റർ എഴുന്നേൽക്കാൻ സാധിച്ചു? എഴുന്നേറ്റു. എന്നിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയോ?
അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജോലിയുടെ കാര്യം ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എങ്കിലും ഞാൻ വരാം എന്ന് ധൈര്യത്തോടു കൂടി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇറങ്ങി പോകുമ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഈ ജോലി ചെയ്യാൻ എനിക്ക് ആകുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥന നടക്കുന്നിടത്ത് കോട്ടയത്താണേലും എവിടെയാണേലും പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം വേദന കുറഞ്ഞു. ഞാൻ 7 ദിവസം പോയി ജോലി ചെയ്തു. ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്? 7 ദിവസം ജോലി ചെയ്തു. 7 ദിവസം ജോലി ചെയ്തു. ആമേൻ. കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ഈ സഹോദരി പറഞ്ഞു, കർത്താവേ അങ്ങ് എനിക്ക് സൗഖ്യം തരികയാണെങ്കിൽ എവിടെയാണോ സൗഖ്യം നടന്ന ആദ്യത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് അവിടെ പോയി ഞാൻ സാക്ഷ്യം പറയാമെന്ന്. ഇവിടെ തന്നെ കർത്താവ് കൊണ്ടുവന്നു. ആമേൻ. കർത്താവിൻ്റെ ആ സൗഖ്യത്തിന് വേണ്ടി യേശുവിന് പൂർണ്ണ മഹത്വം കൊടുത്തുകൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞാലും. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, മകൾക്ക് ലഭിച്ച ഈ സൗഖ്യം അനേകർക്ക് യേശുവിനുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ ഒരു കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരുമിച്ച് ചേർന്ന് ഇനി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഓരോ വ്യക്തികളുടെ അകത്തേക്കും അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത നിരാശയോടെ നിൽക്കുന്ന, ജീവിതം തന്നെ വെറുത്തിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നിരാശകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചിലരെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികളിലേക്ക് ദൈവികമായ സമാധാനവും സന്തോഷവും ഇപ്പോൾ തന്നെ പകരുന്ന കർത്താവെ, അങ്ങയുടെ വിടുതലിൻ്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലായ്പ്പോഴും രോഗം നിമിത്തമായിട്ട് എല്ലായ്പ്പോഴും ഹോസ്പിറ്റലുകൾ പലതും മാറി മാറി കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ വളരെ നിരാശയിലാണ്. മറ്റു പല ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പണം നിങ്ങൾ ഒത്തിരി ചെലവാക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ചില ആരോപണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് ഈ സമയം ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളിലുള്ള ചില അസുഖങ്ങൾ, ചില വൈകല്യങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. ശരീരത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ നടക്കാനായി തുടങ്ങുകയാണ്. മാസങ്ങളായിട്ട് നടക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടും നടക്കാത്ത ചില കുഞ്ഞുങ്ങൾ നടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമായി കഴിഞ്ഞിരിക്കുന്നതായി കർത്താവ് പറയുന്നു. അപ്പോൾ തന്നെ സംസാരിക്കാൻ വൈകുന്ന ചില കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ വായ് തുറക്കട്ടെ. കർത്താവെ, അത്ഭുതകരമായി അവർ സംസാരിക്കാനായി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഇപ്പോൾ നിങ്ങളുടെ കൈകൾ സ്ക്രീനിന് നേരെ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം തന്നെ കർത്താവെ ഓരോ വ്യക്തികളുടെ മേലും അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിരാശകളിൽ നിന്ന് ഇപ്പോൾ ഇവർ വെളിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ച നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച കൊട്ടാരക്കരയിലാണ് നടക്കുന്നത്. കൊട്ടാരക്കരയിൽ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എനിക്കറിയാം കൊല്ലം, അതുപോലെ പത്തനംതിട്ട, കോട്ടയം ഈ ജില്ലയിലൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ വന്ന് സംബന്ധിക്കാനായി സാധിക്കും. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രാവശ്യത്തെ കൊട്ടാരക്കര മീറ്റിങ്ങിൽ വരണം. അനുഗ്രഹങ്ങൾ പ്രാപിക്കണം, വലിയ നന്മകൾ
പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരിക. പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച കോട്ടയത്താണ്. കോട്ടയത്തേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും എന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: കൊരിന്ത് സഭയെ നട്ടതാര്? ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി ചർച്ച് അറ്റ് കൊരിന്ത്? ഓപ്ഷൻസ്: എ അപ്പല്ലോസ്, ബി പൗലോസ്, സി ദൈവം, ഡി കേഫാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.